1970 മെയ് മാസത്തിൽ സഭാവസ്ത്ര സ്വീകരണത്തോടുകൂടി സിസ്റ്റർ ഫിലമിൻ എന്ന പേരിൽ കർമ്മല സഭയിലെ അംഗമായി മാറി. അന്നു മുതൽ സിസ്റ്റർ ഫിലമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പർശവും ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുകളും വിളികൾക്കുമുള്ള ഉത്തരമായി മാറി സിസ്റ്ററിൻ്റെ ജീവിതം. തുടക്കത്തിൽ അധ്യാപികയായി ജോലി ചെയ്തു. പിന്നീട് തൻ്റെ കർമ്മമേഖല അധ്യാപിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല മേഖലകളുമുണ്ട് എന്ന് സിസ്റ്റർക്ക് ബോധ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോർജ് മുളങ്ങാടിൽ അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നത് എനിക്ക് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും എല്ലാം ഫലം അതായിരുന്നു. അദ്ദേഹം പറയുന്നു, ഏതൊരു കുഞ്ഞും അതിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടം, അതായത് 0 to 5 എന്ന് പറയുന്ന ഏജ്, 0 to ആകുന്ന കാലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞ് ജനിച്ച് ജന്മം കൊള്ളുന്ന കാലഘട്ടം മുതൽ ഈ കുഞ്ഞിന് അനുഭവപ്പെടുന്നതെല്ലാം അതിൻ്റെ തലച്ചോറിൽ ശേഖരിക്കപ്പെടുകയാണ്. തലച്ചോറിൻ്റെ 70% ഭാഗം അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് രൂപപ്പെടുന്നത്. ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ആദ്യത്തെ 9 മാസവും 9 ദിവസവുമാണ്. ഇതെന്തുമാത്രം വെളിച്ചമാണ് എനിക്ക് പ്രദാനം ചെയ്തതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ പഠനവും വായനയും ഒക്കെ ക്രമീകരിച്ചത്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് സിസ്റ്റർ ജൂലിയും അതുപോലെയുള്ള ചില ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രോത്സാഹനങ്ങളും വാക്കുകളുമെല്ലാം എന്നെ പതുക്കെ പതുക്കെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് പോലും വ്യാപിപ്പിച്ചു. 2 കാര്യമാണ് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ബി പോസിറ്റീവ്. ഏതൊരമ്മയോടും സിസ്റ്ററിന് പറയാനുള്ള വാക്ക് ബി പോസിറ്റീവ്. പിന്നെ വേണ്ടത് ആ ഗർഭകാലം മുഴുവനും ബി ഹാപ്പി, ബി പ്രയർഫുൾ. ഈ 3 കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ശരിയാവുകയാണെങ്കിൽ വിശുദ്ധരും മഹാന്മാരും അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുകയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നയാളായിരിക്കും സർവോപരി. ഞാൻ അവസാനം പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. ഈ ഏറ്റവും അടുത്ത കാലത്തെ ബൈബിൾ ലോഗോസ് അവതരണത്തിൽ വെറും 9 വയസ്സുള്ള കുഞ്ഞ് ജിൻസ് മോൻ 4.5 ലക്ഷം പേരെ പിന്തള്ളി ഏറ്റവും ടോപ്പിലെത്തിയതിൻ്റെ കാര്യം അമ്മ ആ കുഞ്ഞിൻ്റെ തലച്ചോറിനുള്ളിലേക്ക് കൊടുത്ത വചനങ്ങളാണ്. ഡോക്ടർമാർ പറഞ്ഞു, ചേച്ചി വിഷമിക്കരുത് കേട്ടോ, ഈ കുഞ്ഞിന് സെറിബ്രൽ പൾസി എന്ന രോഗമാണ്, വൈകല്യങ്ങളുണ്ടാവാം. പക്ഷെ അമ്മ നിരാശയായില്ല. അമ്മ ബൈബിൾ വചനത്തിൽ മുറുകെ പിടിച്ചു. അമ്മ ഒരുപാട് വചനങ്ങൾ ഈ കുഞ്ഞിലേക്ക് പകർന്നു കൊടുത്തു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം അമ്മ ആ കുഞ്ഞിന് വചനം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. മുഖത്ത് ഒരല്പം ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം തോന്നുമെങ്കിലും ഞാൻ ഫോട്ടോ കണ്ടെടുത്തോളം എന്നെ ആ കുഞ്ഞിനെ നേരിട്ട് അറിയുന്ന കോതമംഗലത്തെ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്, എനിക്കറിയാം. അപ്പം എനിക്കറിയാവുന്നിടത്തോളം ആ കുഞ്ഞിന് അവൻ എല്ലാ കാര്യത്തിലും ടോപ്പാണ്. ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും പ്രസംഗ കാര്യത്തിലും അതുപോലെ ചാനൽ കാര്യത്തിലും അതുപോലെ ബൈബിൾ കാര്യത്തിലും എല്ലാം അവൻ ടോപ്പായിട്ട് ഉയർന്നു വന്നു. ചാവറ പിതാവിനെ പോലെ കണ്ണിൽ കണ്ട നന്മകളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന സിസ്റ്ററിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സിസ്റ്ററിനോടൊപ്പം ഭവന സന്ദർശനത്തിനും കൗൺസിലിങ്ങിനും പ്രഗ്നന്റ് കൗൺസിലിങ്ങിനും മറ്റെല്ലാ ശുശ്രൂഷകൾക്കും പലപ്പോഴും ഞാൻ സിസ്റ്ററിന് കൂടെ ആയിരുന്നിട്ടുണ്ട്. ഭവനങ്ങളിൽ സിസ്റ്റർ എത്തിയാൽ ആ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതുപോലെ തന്നെ മാതൃജ്യോതി അംഗങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ അവരുടെ വൈസ് റെക്ടർ എന്നതിലുപരി അവരിൽ ഒരാളായി അവരെ പോലെ എല്ലാ സമയവും വ്യാപരിച്ചിരുന്നു.
ഇങ്ങനെ സിസ്റ്ററിൽ നിന്നും സിസ്റ്ററുടെ ജീവിതത്തെ വളരെയധികം അടുത്ത് അറിയുവാൻ ഈ ചേർപ്പങ്കൽ കമ്മ്യൂണിറ്റിയിലായിരുന്നു എനിക്ക് സാധിച്ചു. CMCയുടെ പ്രണിധാന പ്രാർത്ഥന സമുന്നയം പഠിച്ചെടുക്കുന്നതിനുള്ള ഒരു തുറന്ന പുസ്തകം തന്നെയാണ് സിസ്റ്റർ ഫിലമിൻ്റെ ജീവിതം. അമ്മ അനേകം പുസ്തകങ്ങൾ രചിച്ചു എന്ന് ഞാൻ പറയുകയുണ്ടായി. എൻ്റെ കൈവശമുള്ള ഒരു പുസ്തകം ഇതാ ഒരു വിവാഹ സമ്മാനം എന്നത് 11 പതിപ്പുകൾ ഇറങ്ങിയ ഒരു പുസ്തകമാണ്. ഇത് കുടുംബങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. വലിയ ഒരു സമ്മാനമാണ്. കാനായിലെ കല്യാണത്തിൽ വിവാഹ ജീവിതത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് എന്ന് ഈശോ കാണിച്ചല്ലോ. കുടുംബപരമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഈശോയുടെ ദൈവവിളിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഒരു വാനമ്പാടിയെപ്പോലെ അനേകം ആളുകളെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഒരുക്കുന്ന തപസ്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബഹുമാന്യയായ അമ്മയാണ് സിസ്റ്റർ ഫിലമിൻ. അപ്പോൾ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ എനിക്കും പെൻഷന് നേരത്തെ തന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. അതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും സങ്കടമില്ലെന്ന് മാത്രമല്ല സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ 70% അമ്മയുടെ ഉദരത്തിൽ വെച്ച് വളർച്ച പ്രാപിക്കുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ എന്തുമാത്രം വചനം കൊടുക്കാവോ അത് കൊടുക്കാനായിട്ട് ഈ അമ്മമാരെയും പിതാക്കന്മാരെയും എല്ലാം പ്രോത്സാഹനം കൊടുത്ത് വളർത്താറുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ വിവാഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവാനുഗ്രഹ ഫലമായ കുഞ്ഞിനെ സ്വീകരിക്കാൻ അവരൊരുങ്ങുമ്പോൾ അവരോട് എന്ത് പറഞ്ഞു കൊടുത്താലും അവർ സ്വീകരിക്കും കേട്ടോ. ഒരു വലിയൊരു സത്യമാണത്. ഇപ്പം കാരണം ഏതൊരാൾക്കും തൻ്റെ സ്വന്തം കുഞ്ഞ് വിശുദ്ധി കൊണ്ട് നിറയണമെന്നും മഹത്വപൂരിതരാകണമെന്നും ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പം ബൈബിൾ അത് മുഴുവനും അതിന് തെളിവുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പം അതെല്ലാം പറഞ്ഞ് ബൈബിളുമായിട്ട് അവരെ കൂടുതൽ ബന്ധിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോഴേക്ക് അവരത് വളരെ കാര്യക്ഷമമായിട്ട് സ്വീകരിക്കുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. എൻ്റെ പേര് ജെസ്സി. ഇത് എൻ്റെ കൊച്ചുമകനാണ്. മോന്റെ പേര് ആഞ്ചലോ. ദൈവം ഞങ്ങൾക്ക് തന്ന അമൂല്യ നിധിയാണ് ഞങ്ങളുടെ ഈ കൊച്ചുമോൻ. ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇവനെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരില് ഞങ്ങൾക്ക് ഇവനെ ഈശോ തന്ന അമൂല്യ നിധിയായിട്ടാണ് ഞങ്ങൾ ഇവനെ കാണുന്നത്. ഈശോയ്ക്ക് ഒത്തിരി ഞങ്ങൾ നന്ദി പറയുന്നു. ഇവന് എല്ലാ സമയത്തും ആക്റ്റീവാണ്, അതേസമയം ശാന്തനുമാണ്. ഈശോയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. എനിക്കിനി ഇതിൻ്റെ സംതൃപ്തിയായിരുന്നു. ഞാൻ 30 കൊല്ലം പഠിപ്പിച്ചതാണ്. 30 കൊല്ലം പഠിപ്പിച്ചെങ്കിലും ആ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷം ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്കുള്ളത്. കാരണം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ആ കുഞ്ഞുങ്ങളെ വിശുദ്ധരും മഹാന്മാരുമാക്കി വളർത്താനുള്ള ആരും അറിയാത്ത ഒരു യജ്ഞം എനിക്ക് നടത്താൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. എന്നാൽ ലോകം നന്നാകുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം വഴി തെറ്റിപ്പോകുന്നു, മയക്കുമരുന്നിന് അഡിക്റ്റായി പോകുന്നു, മൊബൈലിന് അഡിക്റ്റ് ആകുന്നു എന്ന് പറഞ്ഞ് വിലപിക്കാറുണ്ട് അമ്മമാരും അപ്പന്മാരും ഒക്കെ. ഒരല്പം യജ്ഞമെടുത്ത് അവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ 9 മാസവും 9 ദിവസവും ആകെ 280 ദിവസം അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിനോട് അമ്മയും അപ്പനും ചേർന്ന്, ഹോളി ബേബി, നീ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല. ഹോളി ബേബി,
നീ വിശുദ്ധിയും മഹത്വവുമുള്ള കുഞ്ഞായിരിക്കും. നീ നമ്മുടെ 2 കുടുംബങ്ങൾക്കും, അപ്പൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾക്കും, നാടിനും രാജ്യത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് അനുഗ്രഹമാകാനേ സാധിക്കുകയുള്ളൂ. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും ഇങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാൻ സാധിക്കും. അവർ വിശുദ്ധരുടെയും മഹാന്മാരുടെയും മാതാപിതാക്കളായി കഴിഞ്ഞുവെന്ന്. ഏതായാലും സിസ്റ്റർ ഇങ്ങനെ പറയുന്നതല്ലേ, എന്നാൽ പറഞ്ഞേക്കാൻ 2 ദിവസം പോരെ മക്കളെ. അതുകൊണ്ടൊന്നും ഒരിക്കലും ആവുകയില്ല. എല്ലാ ദിവസവും ഡോക്ടർ എന്ന് നിങ്ങളോട് പോസിറ്റീവ് എന്ന് പറയുന്നുവോ അന്ന് മുതൽ നിങ്ങളെ കൈപിടിച്ച് പ്രാർത്ഥിച്ച് മാതാപിതാക്കളെ കൈകൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് പറയണം, ഹോളി ബേബി എന്ന് വിളിക്കണമെന്നേ. അതെന്താ നല്ലൊരു വാക്കല്ലേ. ഈ കുഞ്ഞ് ഹോളിയാൻ തന്നെ അതിന് മനസ്സിലാകട്ടെ, ഹോളി ബേബി നീ ഒരു അനുഗ്രഹമാണ്. നീ ഞങ്ങളുടെ 2 കുടുംബങ്ങൾക്കും നാടിനും രാജ്യത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും ഒരു അനുഗ്രഹമാണ്. നീ മഹത്വത്തിൻ്റെ കിരീടം അണിഞ്ഞിരിക്കുന്നു. നിന്നിലൂടെ ലോകം മുഴുവനും വിശുദ്ധി കണ്ടെത്തും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ 15 മിനിറ്റ് ഒന്ന് ഉപയോഗിക്കാൻ ആർക്കാ ഇത്ര പ്രയാസം? അതുകൊണ്ട് നമുക്ക് എല്ലാ കുടുംബങ്ങളോടും നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദൂര ദേശങ്ങളിൽ പോയി ഒരുപാട് കഷ്ടപ്പെടുന്നതിനേക്കാളും എളുപ്പമല്ലേ ഇതൊന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞ് ഞാൻ അപ്പോൾ പറയും, ഒരാളെ സിംഗിൾ മാതാപിതാക്കളുടെ ഒരു കാലഘട്ടമാണല്ലോ. മതി, ഒരാളെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായിട്ട് വളർത്താനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കത് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ച കുഞ്ഞുങ്ങളെ കാണുന്നതാണ് ജീവിതത്തിലെ ഒരു വലിയ, അധ്യാപന ജീവിതത്തിലേക്കാളും സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. അധ്യാപന ജീവിതത്തിൽ നല്ല സംതൃപ്തിയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിലേറെ സംതൃപ്തിയാണ് കുഞ്ഞുങ്ങൾ, മദ്യപിക്കാത്ത കുഞ്ഞുങ്ങൾ, മയക്കുമരുന്നിനിരയാകാത്ത കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളോട് സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം മനസ്സിലോർക്കാം. ഒരു ദിവസം ഒരു മാതാപിതാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സിസ്റ്ററെ, ഈ കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നാളെ പുതിയ ഡ്രസ്സിട്ടാണ് സ്കൂളിൽ വരാൻ പോകുന്നത്. സാധാരണക്കാരായ ഞങ്ങൾക്ക് പെട്ടെന്ന് പുതിയ ഡ്രസ്സിടാനൊന്നും പറ്റില്ലല്ലോ. അവൻ വന്ന് പറയുകയാണ്, പപ്പ, അമ്മേ, ഒട്ടും വിഷമിക്കണ്ട, നമ്മളിപ്പോൾ ഇച്ചിരി ടൈറ്റല്ലേ, ഒറ്റ കുഴപ്പമില്ലെന്നേ. നമുക്ക് ആ ഉടുപ്പ് ഒന്ന് അലക്കി തേച്ച് വടി പോലെയാക്കി ഞാൻ അങ്ങ് ഇട്ടുകൊണ്ട് പൊക്കോളാം. ചെറിയ കുട്ടിയാന്ന് ഓർക്കണം. ആ കുട്ടി പറഞ്ഞ ആ വാക്ക് ആ മാതാപിതാക്കൾക്ക് എന്തൊരു അഭിമാനമായിരിക്കും. എത്ര അഭിമാനത്തോടെയാണെന്നോ സന്തോഷത്തോടെയാണെന്നോ അവർ ഈ അനുഭവം ഷെയർ ചെയ്തത്. പിന്നെ ഇതുപോലെയുള്ള പല കുടുംബങ്ങളും, ഭിന്നത മൂലം വിഷമിക്കുന്ന കുടുംബങ്ങൾ പോലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നിക്കും. കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും മഹത്വത്തിലൊക്കെ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ അഭിമാനമാണ്. തങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കാത്ത മഹത്വമെല്ലാം കുഞ്ഞുങ്ങൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കാണുന്നത് അവർക്ക് എത്ര സന്തോഷമായിരിക്കും. അതുകൊണ്ട് കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ, നമ്മുടെ ഈ സമർപ്പിത ജീവിതം കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നമുക്ക് ഈ രീതി അവലംബിച്ചേ പറ്റൂ. അനാരോഗ്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പ്രഘോഷിക്കുകയും അനേകം ആളുകളെ ഈ കൃപയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന അമ്മയുടെ നിലപാടും അമ്മയുടെ അത്യധ്വാനവും എല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഷീബ രാജ്ഞിയെക്കുറിച്ച് ഈശോ പറഞ്ഞല്ലോ, അവൾ 2ാമത്തെ ഈശോയുടെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് ആളുകളെ കുറ്റം വിധിക്കുമെന്ന്. ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം സിസ്റ്റർ ഫിലിമിനെയും ഷീബ രാജ്ഞിയെപ്പോലെ ആക്കുകയാണ്. ഈശോ
ഇവരെ പുകഴ്ത്തിപ്പറയും എന്നതിന് സംശയമൊന്നുമില്ല. അങ്ങനെ നല്ലൊരു വാനമ്പാടിയായി ജീവിക്കുന്ന അമ്മയിലൂടെ അനേകം ആളുകൾക്ക് കിട്ടിയിട്ടുള്ള നന്മകളെക്കുറിച്ച് നമുക്കൊക്കെയും അറിയാം. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങൾ കൂടുതൽ ഭക്തിയിലും സ്നേഹത്തിലും ധാർമ്മികതയിലും ഒക്കെ വളർന്നു വരണം. വളരെ പ്രത്യേകമായിട്ട് ചവർപിതാവ് എടുത്തു പറയുന്നു, സ്ത്രീകളുടെയും കുട്ടികളുടെയും സർവോത്മകമായ അഭിവൃദ്ധിയാണ് CMC സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന്. അതെ, സ്ത്രീകൾ അഭിവൃദ്ധിപ്പെട്ടാൽ, സ്ത്രീകളെ വ്യാമോഹങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായി അവര് കുടുംബജീവിതത്തിൻ്റെ അസ്ഥിവാരവും ആധാരവുമായൊക്കെ മാറി മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങൾ വളരെയേറെ വിലയുള്ളതായി മാറും. സഭയ്ക്ക് അഭിമാനിക്കാനാവുന്ന കുടുംബങ്ങളെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കാര്യത്തിൽ ഒരല്പം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, കുടുംബങ്ങളിലെ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ദൈവസ്നേഹത്തിൽ അടിസ്ഥാനമിട്ട കുടുംബങ്ങളുണ്ടാവട്ടെ. സാമ്പത്തിക ഭദ്രതയ്ക്ക് 2ാം സ്ഥാനം കൊടുത്താൽ മതി. ആദ്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു ധാർമ്മിക ചിന്ത, ഒരു ആത്മീയ ബോധം കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. വിവാഹത്തിന് നമ്മളൊക്കെ ഒത്തിരി ഒരുങ്ങാറുണ്ട്. എന്നാൽ ഗർഭകാലത്തേക്ക് കടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ പ്ലാനുകളോ പദ്ധതിയോ ഒരുക്കമോ ഒന്നും ഉണ്ടാകാറില്ല. ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. ഗർഭകാലത്ത് അമ്മയുടെ മനസ്സെങ്ങനെയാണ്, അമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഇതൊക്കെ കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത് സിസ്റ്റർ ഫിലമിൻ്റെ ഒരു വലിയ പ്രേക്ഷിത മേഖലയാണ്. ഒരുപക്ഷെ സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സിസ്റ്ററിൻ്റെ അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ് ഫിലോമിന എന്ന സിസ്റ്റർ ഫിലമിൻ. അതുകൊണ്ട് തന്നെ ഒരു ഗർഭകാലത്ത് മൂത്ത കുട്ടികൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന 3ാമത്തെ കുഞ്ഞിൻ്റെ ഗർഭ അവസ്ഥയിൽ ആ അമ്മ എന്തൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഗർഭസ്ഥ ശിശുവായിരുന്ന സിസ്റ്റർ ഫിലമിൻ്റെ മനസ്സിലും ഉണ്ടാവാം. അതൊക്കെ തന്നെയാകാം സിസ്റ്റർ ഫിലമിനെ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന പ്രേക്ഷിത മേഖലയിലേക്ക് എത്തിച്ചത്. നമസ്കാരം, എൻ്റെ പേര് സുവൽസ്, ഭാര്യ ഞങ്ങളുടെ വീട് കോട്ടയത്താണ്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഫിലിമിനമ്മയുടെ അടുത്ത് എത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അവിടെ ഫിലിമിനമ്മയുടെ അടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സമയത്ത് ശരിക്കും ഒത്തിരി പ്രാർത്ഥനയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഒരു നല്ല റിലീഫായിരിക്കും വൈഫിനും. നമ്മൾ ചിന്തിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി അമ്മയെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യുന്ന ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം, എന്താണ് നിങ്ങൾക്ക് കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നേ ഇല്ല. ഒരു അച്ഛനാകാൻ പോകുന്ന ഒരാൾ എന്തായിരിക്കും, തൻ്റെ കുഞ്ഞ് എന്തായി തീരണമെന്ന് സ്വപ്നം കാണണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഉള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയോട് സംസാരിച്ചതിന് ശേഷമാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പം ആ സമയത്താണെങ്കിൽ വൈഫിനാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന എല്ലാ ആകുലതകളും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. കൂടുതലും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരുപാട് ആൻസൈറ്റീസും ടെൻഷൻസും ഒക്കെ ഒരുപാടുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഫിലിമിനമ്മയുടെ ആയിട്ടുള്ള നമ്മൾ സംസാരിക്കുക വഴി ഒത്തിരി വ്യത്യാസം ഉണ്ടായി. നമുക്ക് അതിൻ്റെ ടെൻഷൻസ് ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഒത്തിരി അമ്മ സഹായിച്ചു.
അതുപോലെ നമ്മൾ ജനിക്കാൻ പോണ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. അവൻ എങ്ങനെയാവണം എന്ന് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, അതൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു തന്നു. അതിൽ പിന്നെയും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഉദരത്തിൽ കൈവച്ച് നിങ്ങൾ അച്ഛനും അമ്മയും കുഞ്ഞിന് വേണ്ടി ഈ ലോകത്തേക്ക് വരാൻ പറ്റാതെ പോയ മൺമറഞ്ഞു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിലൊന്നും അതുവരെയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു തന്ന അതിനുശേഷം അങ്ങനെ ഒരുപാട് തവണ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചിന്താ രീതിയിലും ഒക്കെ മാറ്റങ്ങൾ വന്നു. അവരുടെ വൈഫിൻ്റെ ഡെലിവറിക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കാണാറുണ്ട്. ഇപ്പോഴും മക്കളിലാണ് കാണാൻ പോകാറുണ്ട്. ഒരു പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ് ആദ്യം അവിടെ ചെന്നെത്തിയതെങ്കിലും അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഏതൊരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എപ്പോഴും അമ്മയോട് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും എപ്പോഴും അമ്മയുടെ ഒരു അഡ്വൈസും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതിലുപരി മനസ്സിൽ ഒരുപാട് നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പരിചയപ്പെടാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഈ പറഞ്ഞ അമ്മ ഈ പറഞ്ഞ ഉപദേശങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൂടാതെ എപ്പോഴും ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും പരിചയത്തിൽ ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും, അവരെയും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയുടെ കാര്യത്തിലേക്കൊക്കെ മാറ്റാം, അവരുടെ ചിന്താ രീതികളൊക്കെ വ്യത്യാസപ്പെടുത്തി അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്രയും കരുതലോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റിയത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അതിനുശേഷം ഞങ്ങൾ മുമ്പിൽ വന്ന് പെട്ട ഇതുപോലെ അമ്മയോടെ കുറിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റിയവരോടൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളെ കെയർ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനപ്പുറമോ രീതിയിൽ വളരെ നിസ്വാർത്ഥമായിട്ട് അമ്മ എല്ലാം സഹായിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന സത്യത്തിൽ മനസ്സിലാകുന്നത് അമ്മയുടെ അടുത്ത് ചെന്നതിന് ശേഷമാണ്. നമ്മളൊക്കെ ഏത് ലോകത്ത് ആണ് ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം നമ്മൾ സ്വന്തം കാര്യം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം എന്നതിൽ അപ്പുറത്തേക്കൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലൊന്നും വന്നു പോകാറില്ല. ഇത് ഒരു തവണ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യന് വേണ്ടി ഇത്രയൊക്കെ സമയം ചെലവിട്ട് നമുക്ക് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ നന്മയ്ക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു മൂർത്തിരൂപമാണ് അമ്മ. അപ്പം അമ്മയോടുള്ള നന്ദിയും കടപ്പാടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. അത് ഹൃദയത്തിനുള്ളിൽ എപ്പോഴും ഉള്ളതാണ്. എങ്കിലും ഈ ഒരു അവസരത്തിൽ അത് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഒത്തിരി നമ്മളെന്നും ജീവിതത്തിൽ ഒരുപാട് നന്ദിയുണ്ട് അമ്മയുടെ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിനും അതുപോലെ എപ്പോഴും തുടരുന്ന ആ ഒരു കരുതലിനൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ കരുതലിനുള്ള സ്നേഹം മനസ്സിലെപ്പോഴും ഉണ്ട്. താങ്ക് യു. കുടുംബ രൂപീകരണവും കുടുംബ നവീകരണവും സിസ്റ്റർ ഫിലമിൻ്റെ ജീവിത ദൗത്യമായിരുന്നു. ദൈവം ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യം. ആ ദൗത്യം വളരെ ഭംഗിയായി സിസ്റ്റർ നിറവേറ്റി. അനേക കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ വെട്ടിയൊഴുക്കുവാൻ സിസ്റ്റർക്ക് സാധിച്ചു. ആ നീർച്ചാലുകളിൽ സ്നേഹത്തിൻ്റെ ഒരുപാട് കുടുംബങ്ങൾ രൂപം കൊണ്ടു. ആ കുടുംബങ്ങളൊക്കെ നമുക്കിന്ന് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. സിസ്റ്ററിൻ്റെ ഈ എല്ലാ പ്രേക്ഷിത മേഖലകളും നമുക്കേവർക്കും നല്ല മാതൃകകളാണ്. ഈ മാതൃക പകർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തുടർന്നങ്ങോട്ടും സിസ്റ്ററിൻ്റെ പ്രേക്ഷിത മേഖലയിൽ സിസ്റ്ററിന് ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.